നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കവിത അപ്പച്ചി MD ആയിരുന്ന സമയത്തെ ബാധ്യതകളാ ഇപ്പൊ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. ആ സമയം കമ്പനിയുടെ നിയന്ത്രണം മുഴുവൻ അവരുടെ കയ്യിലായിരുന്നു. ഞാനിത് ഏറ്റെടുത്തിട്ട് 2 വർഷമാവുന്നുള്ളൂ. ഓഡിറ്റിൽ ഞാൻ ഈ കണക്കുകളൊക്കെ കണ്ടതാ. ലോൺ എടുത്തെങ്കിൽ ആ പണമൊക്കെ എവിടെ പോയി? അതേപ്പറ്റി അന്വേഷിച്ചില്ലേ? അമ്മു പറയുന്നത് ശരിയാണല്ലോ. ഗോഡൌണിന്റെ പേരിൽ 2 ബാങ്കുകളിൽ നിന്ന് 6 കോടി രൂപ ലോൺ എടുത്തിരിക്കുന്ന. മുൻപ് സച്ചിയുടെ സീ ഫുഡിന്റെ ബിസിനസ് തുടങ്ങാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആ പ്രോപ്പർട്ടി കണ്ടിട്ടാ. പക്ഷേ അത് ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞ് സച്ചി അതിൽ നിന്ന് പിന്മാറിയപ്പോഴാ ഭൂമിയുടെ പേരിൽ നടന്ന തട്ടിപ്പ് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ ആ പണം ചെറിയമ്മയുടെ പക്കലുണ്ടാവില്ലേ? എന്താ സംശയം? അതുമല്ല ബിനാമിയുടെ പേരിലാവും. ശരിക്കും ആ സ്ത്രീ ഇപ്പോഴാ നമ്മളെ കുടുക്കിയിരിക്കുന്ന. ബാങ്ക് കടുത്ത നടപടിയുമായി മുന്നോട്ട് പോയാ കണ്ടു നിൽക്കാനേ നമുക്ക് കഴിയൂ. ഈ വീട്ടിൽ ജനിക്കേണ്ട കുഞ്ഞ് വല്ല വാടക വീട്ടിലും പിറക്കേണ്ടി വരും. അങ്ങനൊരവസ്ഥ എന്തായാലും നമ്മുടെ കുഞ്ഞിനുണ്ടാവില്ല സഞ്ജു. നീ ഉദ്ദേശിക്കുന്നത് നിന്റെ വീടാണെന്ന് എനിക്കറിയാം. എല്ലാം നശിപ്പിച്ച് കുടുംബം കുളം തോണ്ടിട്ട് എനിക്ക് ആ വീട്ടിൽ വന്ന് നിൽക്കാനാവില്ല. നീ എന്നെ അതിന് പ്രതീക്ഷിക്കാൻ വേണ്ട. മുത്തശ്ശനെ കൊണ്ട് നീ അങ്ങോട്ട് പോയാൽ മതി. ഞാനും അമ്മയും മറ്റൊരു കൊച്ചു വാടക വീട് നോക്കി പോവാ. എന്റെ ദൈവമേ, നിങ്ങളെല്ലാം മനസ്സിൽ കണ്ടിട്ടാണോ പറയുന്നത്? അങ്ങനെയൊന്നും പറയരുത്. സംഭവിക്കാൻ പോകുന്ന സത്യങ്ങൾക്ക് നേരെ കണ്ണടച്ചിട്ടിന് കാര്യമില്ലമ്മോ. ഒരു കൊടുങ്കാറ്റ് മംഗലശ്ശേരി വീടിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു കഴിഞ്ഞു. അത് തടയാൻ ഇനി നമുക്ക് കഴിയില്ല. എനിക്കുള്ളതെല്ലാം എഴുതി വിറ്റിട്ടാണെങ്കിലും നമ്മൾ മുഴുവൻ ബാധ്യതകളും തീർക്കും. സഞ്ജു, തളർന്നു പോവാതിരുന്നാ മാത്രം മതി. അത് കൈപ്പറ്റാനുള്ള യോഗ്യത എനിക്കില്ല. ആരുടെ ഒരു സഹായവും ഞാൻ സ്വീകരിക്കില്ല. ഇനി അടുത്ത വരവ് ആരുടേതാണെന്തോ. ഒരാൾ വീണെന്നറിയുമ്പോഴാ ചവിട്ടാൻ 1000 കാലുകൾ വരുന്ന. ഞാൻ പോലും അറിയാത്ത ബാധ്യതകളാ ഇപ്പൊ എന്റെ തലയിൽ വന്ന് വീഴുന്ന. അച്ഛനായിരുന്നോ? അമ്മ വിളിച്ചു പറഞ്ഞ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. എന്താ മോനെ നീ എന്നോട് ഇത് പറയാതിരുന്നത്? തൊഴിലാളികളെ ഇളക്കി പണിമുടക്ക് തുടങ്ങിയപ്പോഴാങ്ങളെ പ്രശ്നങ്ങൾ പെട്ടെന്ന് വഷളായത്. വിവരം അപ്പൊ തന്നെ ബാങ്കുകളിൽ എത്തിക്കാണും. അവരൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ. ഈ പണിമുടക്കൊന്ന് ഒഴിവാക്കി കിട്ടാൻ പറ്റുമോ? എങ്കില് ബാക്കി കാര്യങ്ങൾക്ക് ഒരു സാവകാശം ആവശ്യപ്പെടാം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. അത് നിന്റെ കൂടെ നിന്ന് തൊഴിലാളികളല്ലേ. അതൊക്കെ സത്യങ്ങളെ. എന്നാലിപ്പോ അവര് പഴയ ആളുകളല്ല. നീ എന്റെ കൂടെ ഒന്ന് വാ. നമുക്ക് പ്രധാനപ്പെട്ട ചിലരെ നേരിട്ടൊന്ന് കാണാം. അച്ഛാ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇതിന് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് ദക്ഷയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.